പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ, ആ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ്. ഈ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ് PC ജോർജിന്റെ ആധിപത്യമുള്ള മണ്ഡലം. PC ജോർജ് വിചാരിച്ചാൽ, ആ PC ജോർജ് തുനിഞ്ഞിറങ്ങിയാൽ, PC ജോർജ് തുനിഞ്ഞിറങ്ങുകയും ചെയ്യുകയാണ്. PC ജോർജ് പ്രത്യക്ഷമായി തന്നെ പറയുന്നു, എന്റെ മനസ്സ് കെ സുരേന്ദ്രനോടൊപ്പമാണ്. ഒപ്പം അദ്ദേഹം പറയുന്നു, എന്റെ മനസ്സ് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ ഒരു ഇമ്മറ്റീരിയലാണ്. അതിനപ്പുറത്തേക്ക് PC ജോർജ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അവിടെ വിശ്വാസത്തിന്റെ രാഷ്ട്രീയവും ശബരിമലയെ സംബന്ധിച്ച രാഷ്ട്രീയവുമാണ്. അതോടൊപ്പം അദ്ദേഹം ചർച്ച് ആക്ടും കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ഈ തരത്തിൽ വിശ്വാസത്തിന്റെ രീതിയിൽ, അത് ഹൈന്ദവ വിശ്വാസം മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല, ഇസ്ലാം വിശ്വാസം മാത്രമല്ല, മുഴുവൻ വിശ്വാസികളുടെയും വിശ്വാസ സംരക്ഷണത്തിന്റെ ആ ആസ്പെക്റ്റിലാണ് PC ജോർജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. PC ജോർജ് പ്രവർത്തനത്തിൽ ഇറങ്ങുന്നതോടുകൂടി രണ്ട് മണ്ഡലങ്ങൾ അവിടെ വലിയ തോതിലുള്ള വോട്ടുമറിക്കൽ സംഭവിക്കും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ കണക്ക് നോക്കൂ. കാഞ്ഞിരപ്പള്ളി N ജയരാജ് കേരള കോൺഗ്രസ് എം 53,000 വോട്ടാണ് 2016 വാങ്ങിയത്. CPI 49,000 വോട്ട് നേടി. BJP മനോജ് 31,411 വോട്ട് നേടി. അവിടെ N ജയരാജന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വെറും 3,890 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ PC ജോർജിന്റെ ഇത്തവണത്തെ വോട്ടുമറിക്കൽ BJPക്ക് അടിസ്ഥാനപരമായി തന്നെ 31,411 വോട്ട് ഉണ്ട്. അവിടെ PC ജോർജിന്റെ ഇടപെടലും ശബരിമല വിഷയത്തിൽ അവിടുത്തെ ഹൈന്ദവ ധ്രുവീകരണം, അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന PC ജോർജ്, അതാണ് PC ജോർജിന്റെ ക്യാമ്പയിൻ മോഡ്. ശബരിമല ഹൈന്ദവരുടേതാണെങ്കിൽ ചർച്ച് ആക്ട് മുന്നോട്ട് വെച്ചുകൊണ്ട്, അതോടൊപ്പം ഇസ്ലാം വിശ്വാസത്തിൻ്റെതായ വിശ്വാസ സംഹിതകളും വിശ്വാസ സംരക്ഷണവും മുന്നിൽ വെച്ചുകൊണ്ട് PC ജോർജ് ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങി തേരോട്ടം നടത്തുമ്പോൾ അവിടെ 31,000 എന്നുള്ള BJPയുടെ അടിസ്ഥാന വോട്ട്, അവിടെ നിന്നുകൊണ്ട് മറിയുന്ന വോട്ടുകളുടെ കണക്ക് എത്ര എന്ന് മുന്നണികൾ കാൽക്കുലേഷന് അപ്പുറത്തേക്കാണ്. അപ്പോൾ ഒരു എൻറ്റയർ സ്വീപ്പ് PC ജോർജും കെ സുരേന്ദ്രനും ഒന്നിച്ചു നിന്നാൽ ഈ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് കണക്ക്. BJPക്ക് ഓൾറെഡി 31 ഉണ്ട്. അതിൽ കൂടി ഒരു തമ്പിങ് സ്വീപ്പ് PC ജോർജും കെ സുരേന്ദ്രനും കൂടി നേടിയെടുത്തു കഴിയുകയാണെങ്കിൽ ആ കാഞ്ഞിരപ്പള്ളി സുരേന്ദ്രന്റെ ഭൂരിപക്ഷം ഒരു ചരിത്ര ഭൂരിപക്ഷമാകും എന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. മറ്റൊന്ന് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ PC ജോർജ് കഴിഞ്ഞ തവണ ചരിത്രമാണ് PC ജോർജിന്റെ അവിടുത്തെ വോട്ട്. വലത് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രനായി 63,621 വോട്ടാണ് PC ജോർജ് നേടിയത്. ജോർജ് അഗസ്റ്റി കേരള കോൺഗ്രസ് എമ്മിന്റേത്, അദ്ദേഹം നേടിയിട്ടുള്ളത് വെറും 35,000 വോട്ടാണ്. PC ജോസഫ് കേരള കോൺഗ്രസ് D 22,000 വോട്ടാണ് നേടിയത്. BDJS ആണ് മത്സരിക്കുന്നത്. LDAക്ക് സ്വാഭാവികമായി 20,000 വോട്ടുണ്ട്. PC ജോർജിന്റെ ഭൂരിപക്ഷം 27,821 ആണ്. അപ്പോൾ PC ജോർജിന്റെ മണ്ഡലമാണ് ഈ പൂഞ്ഞാർ. അപ്പോൾ ശബരിമല വിഷയം മുൻനിർത്തി, അതോടൊപ്പം ചർച്ച് ആക്ട് മുൻനിർത്തി, ഓർത്തഡോക്സ് യാക്കോബായ വിഷയം മുൻനിർത്തി, ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും ഇസ്ലാം വിശ്വാസത്തിന്റെയും, ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന സമീപനം, അതിനു വേണ്ടുന്ന നിയമനിർമ്മാണം, കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരികയും പത്തനംതിട്ടയിൽ നിന്ന് കെ സുരേന്ദ്രൻ വിജയിച്ചു പോവുകയും ചെയ്താൽ വിശ്വാസത്തിൻ്റെതായ ചില ഉറപ്പുകളും രീതികളും PC ജോർജ് മുന്നിട്ട് നിന്ന് നേടുന്ന ആ ക്യാമ്പയിനിൽ ഇടത് വലതു കോട്ടകൾ തകർന്നടിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2016 ഇടതു കോട്ടയും തകർന്നടിഞ്ഞു, വലതു കോട്ടയും തകർന്നടിഞ്ഞു. PC ജോർജ് 63,000 വോട്ട് നേടി 27,000ന്റെ ഭൂരിപക്ഷത്തിൽ എത്തിച്ചുവെങ്കിൽ പുതിയ കാര്യങ്ങളും പുതിയ സമവാക്യങ്ങളും സൃഷ്ടിക്കുമ്പോൾ ഈ പൂഞ്ഞാർ PC ജോർജ് പറയുന്ന ഇടത്ത് നിൽക്കുന്ന തരത്തിലേക്ക് ഇടത് വലതു മുന്നണികൾ അപ്രസക്തമാകുമെന്നും കെ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം, ഏറ്റവും വലിയ ഭൂരിപക്ഷം, ആ സ്വീപ്പിംഗ് മെജോറിറ്റിയിലേക്ക് കെ സുരേന്ദ്രൻ പോകും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ ചരിത്രമാകുമെന്നും PC ജോർജും അതോടൊപ്പം കെ സുരേന്ദ്രനും നടത്തുന്ന തേരോട്ടം ഈ രണ്ട് മണ്ഡലങ്ങളുടെ വിധി നിർണ്ണയിക്കും എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നുള്ള വിലയിരുത്തലുകളായി പുറത്തുവരുന്നത്.